ഹായ് പ്രിയരെ, എല്ലാവർക്കും സ്നേഹസലാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വാർത്തയായിരുന്നു. 1-ാം ക്ലാസ്സുകാരൻ മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ബാത്റൂമിൽ കടന്ന് ആത്മഹത്യ ചെയ്തു. ഇതിനാരാണ് കുറ്റക്കാർ? ഈ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തറിയാം? മൊബൈലിൻ്റെ ഉപയോഗം തന്നെ. സ്ഥാനത്തും അസ്ഥാനത്തും കരയുമ്പോഴും ഭക്ഷണം കഴിക്കുന്നതിനും മാതാപിതാക്കൾക്ക് പുറത്ത് വേണമെങ്കിൽ ശല്യം ഒഴിവാക്കാനും മൊബൈലാണ് ഇന്നത്തെ ഉപാധി. അങ്ങനെ മൊബൈൽ കൊടുത്ത് അവർക്ക് ശീലമാക്കുന്നു. എക്സാമൊക്കെ വരുമ്പോൾ കൊടുക്കില്ല എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ കുട്ടികളുടെ കുഞ്ഞു മനസ്സിൻ്റെ വാശി അവനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ആത്മഹത്യ ചെയ്യാനുള്ള മാർഗമൊന്നും ഇന്ന് കുട്ടികൾക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവർ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചോളൂ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കുറ്റക്കാർ മാതാപിതാക്കളാണ്. കുട്ടികളെ ഈ ശീലത്തിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ അവർക്ക് കളിക്കാൻ എന്തെല്ലാം ഉപാധികളുണ്ട്. ഗെയിം പോലത്തെ സാധനങ്ങളുണ്ട്. സാധാരണ ചെറിയ ചെറിയ ഗെയിമുകൾ പൈസ വെച്ച് കളിക്കുന്ന ഒന്നല്ല, കളിക്കുന്ന ഇതുണ്ട്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് കളിക്കാൻ. അതിലേക്കൊക്കെ മക്കളുടെ മനസ്സ് മാറ്റുക. കണ്ണിൻ്റെ കാഴ്ച പോകുന്നു, ബുദ്ധിഭ്രമം സംഭവിക്കുന്നു, പഠിക്കുന്നതിൽ അശ്രദ്ധ വരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളുടെ മൂക്കിൻ്റെ താഴെ വന്ന് ബോംബ് പൊട്ടിയാൽ മാത്രം കണ്ണു തുറന്നാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇനിയും എല്ലാ വീട്ടുകളിലും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ കൊടുക്കണം. മൊബൈൽ കൊടുത്തില്ലെങ്കിൽ വാശി, കണ്ണി കണ്ട് തല്ലി പൊട്ടിക്കുന്നു. അപ്പം അതൊക്കെ മാറ്റിയെടുക്കുക. മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ടും നിൽക്കണില്ലെങ്കിൽ കുട്ടികളുടെ ഒരു കൗൺസിലിങ്ങിനും വിധേയമാക്കുക. ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ചിന്ത മാറ്റിയെടുക്കുക. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.